ദൈവതിരുനാമത്തിന് മുക്തമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ നോമ്പിലൂടെയാണ് നമ്മുടെ യാത്ര. നോമ്പെന്ന് പറയുന്നത് ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗം. ആദ്യ മനുഷ്യൻ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുവെങ്കിൽ ആ മനുഷ്യനെ തേടി അവനെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി തന്റെ മഹിമാവസ്ഥ വിട്ട് സ്വയം ത്യജിച്ച് കഷ്ടം സഹിച്ച് ക്രൂസിൽ ത്യാഗമായി തീർന്ന നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ നാം ഓരോരുത്തരും ഈ നോമ്പിൽ ധ്യാനിക്കേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത? പ്രതിഫലേച്ഛയില്ലാത്ത സ്നേഹം, അഗാപ്പെ. വേദവാക്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ക്രിസ്തു ലോകത്തോട് പറയുകയാണ്, എൻ്റെ ശിഷ്യന്മാരെ ലോകം അറിയുന്നത് സ്നേഹം മൂലമാണ്. ഞാൻ നൽകിയ സ്നേഹം അതിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ നാം കർത്താവിന്റെ ശിഷ്യന്മാരാകും. കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ ഉസ്താദ് പാടി പഠിപ്പിച്ചു, സ്നേഹമേ, ക്രൂസിൻ സ്നേഹമേ, നിന്റെ സ്നേഹം ഞാനൊന്ന് കാണട്ടെ. മറ്റുള്ളവരെ കരുതുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, വിശപ്പടക്കുന്ന സ്നേഹം, വീണ്ടെടുക്കുന്ന സ്നേഹം, ജീവൻ നൽകുന്ന സ്നേഹം, നിന്ദിതരെയും പീഡിതരെയും സമൂഹത്തിൽ തിരസ്കരിക്കപ്പെടുന്നവരെയും സംരക്ഷിക്കുന്ന സ്നേഹം. ഇങ്ങനെ അനേകം പ്രത്യേകതകൾ നിറഞ്ഞതാണ് കർത്താവിന്റെ സ്നേഹം. ആ സ്നേഹത്തെ ഒന്ന് വർണ്ണിക്കുവാൻ പോലും വ്യാഖ്യാനിക്കുവാൻ പോലും നമ്മുടെ നാവുകൾക്ക് ശക്തിയില്ല. വാരുതി പോലെ ശോഭിതമായ ഈ കാലത്ത് മാധ്യമങ്ങൾ നമുക്ക് മുമ്പിൽ വെച്ചു നീട്ടുന്ന വാർത്തകൾ, അതിൽ പ്രതിപാദിക്കുന്ന സ്നേഹത്തിന്റെ മുഖം, സത്യത്തിൽ സ്നേഹത്തിന്റെ മുഖം വിരൂപമാക്കപ്പെടുന്ന കാലം. പ്രണയം പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ഒരു കാലത്ത് മനസ്സും തമ്മിൽ ഒന്നായി ചേരുകയാണെങ്കിൽ ഇന്ന് വെറും വ്യാപാര താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രണയം ഉപയോഗിക്കപ്പെടും. ഈ വിശുദ്ധ നോമ്പിൽ കർത്താവിന്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. സ്നേഹമില്ലാത്ത പ്രാർത്ഥന, സ്നേഹമില്ലാത്ത നോമ്പ്, സ്നേഹമില്ലാത്ത ഉപവാസം അത് നിഷ്ഫലമാകുകയുള്ളൂ. ആയതുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ദൈവത്തോടൊപ്പം നടക്കുവാൻ, അവനോടൊപ്പം ഇരിക്കുവാൻ, അവന്റെ സ്നേഹിതരാകുവാൻ, അങ്ങനെ ഏതും തോട്ടത്തെ അനുഭവം നമ്മൾ യാഥാർത്ഥ്യമാകുവാൻ. കവി പറയുന്നത് പോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. പ്രകാരം ആ സ്വഭാവത്തെ നമ്മുടെ ആത്മശരീര മനസ്സുകളിൽ സംശീകരിച്ച് ആ സ്നേഹം ലോകത്തിന് പകർന്ന് അവന്റെ ശിഷ്യന്മാരാകുവാൻ ഈ നോമ്പ് നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.